നാളെയെ കൊണ്ടെൻ മനസ്സിൽ ലേശം ഭാരമില്ല. ഓരോ നാളും ദൈവം എന്നെ പോറ്റുന്നു. തന്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. തന്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 11-ാം സങ്കീർത്തനം 3-ാം വാക്യം. അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ നീതിമാൻ എന്ത് ചെയ്യും? ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടനയും നിയമങ്ങളുമാണ്. അത് ആ രാജ്യത്തിലെ ഓരോ പൗരനും ലഭ്യമാകുന്ന നീതിയുടെയും സുരക്ഷയുടെയും അടയാളമാണ്. നീതിയോടെ ജീവിക്കുന്നതിന്, സത്യസന്ധതയോടെ ജീവിക്കുന്നതിന് ഒരുവനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. എന്നാൽ അവയ്ക്ക് എതിരായി നീതിമാൻ ജീവിക്കുവാൻ അവസരമില്ലാതെ വന്നാൽ, മരണഭീതി ഉണ്ടായാൽ ആ രാജ്യത്തിൻ്റെ അടിസ്ഥാനം തകർന്ന അവസ്ഥയായി മാറും. ഇവിടെ ദാവീദ് നീതിയോടെ പ്രവർത്തിച്ചിട്ടും ഭരണഘടനയും നിയമങ്ങളും രാജ്യത്ത് നിലനിൽക്കുമ്പോൾ തന്നെ അത് പരിപാലിക്കപ്പെടേണ്ട ശൗൽ രാജാവ് തന്നെ ദാവീദിനെ കൊല്ലുവാൻ ശ്രമിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ദാവീദ് ചോദിക്കുന്നത്, അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ നീതിമാൻ എന്ത് ചെയ്യും? പ്രിയ സ്നേഹിതരെ, ലോകത്തിൻ്റെ ക്രമങ്ങൾ മാറും. നിയമങ്ങളും ഭരണഘടനയും അനുസരിക്കേണ്ടവർ അത് നിഷേധിക്കും. നീതിയോടെ ജീവിക്കുന്നവർക്ക് നീതി നഷ്ടപ്പെടും. എന്നാൽ എന്നും നിലനിൽക്കുന്ന അടിസ്ഥാനമുള്ള ഒരു രാജ്യത്തിനായി നോക്കി പാർക്കുന്നവരായി നമുക്ക് ഒരുങ്ങാം. പ്രാർത്ഥിക്കാം. കർത്താവേ, അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാലും എന്നും നിലനിൽക്കുന്ന രാജ്യത്തിനായി നോക്കി പാർക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.